ആഹാ, ഇവിടെ നിൽക്കണുണ്ടോ? ഉന്നൂസ് മുതലാളി വലിയ തടി കോൺട്രാക്ടറാ. ഓ, ഞാൻ ഇവിടെ നിന്നോളാം. നീ വരൂ, ഇവിടെ വന്ന് ഇരിക്കൂ കുട്ടി. ഇതിപ്പോ ഈ സോഡയ്ക്ക് പറയാ അല്ലേ? എന്തത്? ഒന്നുമില്ല. സ്വൽപ്പം ഒരു ഈവനിംഗ് ഒക്കെ ആയി കഴിഞ്ഞാൽ മദ്യപിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അവക്ക് പരിഹാസം. അവിടെ അപ്പന്റെ കുടിയുടെ കാര്യം വിട്ടാണോ ഞാൻ സംസാരിക്കുന്നതെന്നുള്ള കുത്ത അല്ലേടി? അല്ല, പേരെന്താ? വാട്സ്ആപ്പ് നെയിം? ശരിക്കുള്ള പേര് ഗ്ലോറി എന്നായിരുന്നു. പക്ഷെ അപ്പനും അമ്മയും ഇവരുടെ അപ്പനും ഒക്കെ എന്നെ വിളിക്കുന്നത് ബിയാട്ടിസ് എന്നാ. എല്ലാവരും വിളിച്ചു വിളിച്ച് ഇപ്പൊ പേരങ്ങനായി. എനിക്കും ഇപ്പൊ ആ പേരിനോടാ ഇഷ്ടം. സോഡാപ്പ് വെക്കും. പെട്ടി. അപ്പോ ഇളയുന്ന എങ്ങനെയാ? സോഡ വരുന്നവർ ഇരിക്കുകയാണോ? അയ്യോ, ഞാനില്ലേ എന്റെ പള്ളി. അത് 310, ഇത് 311. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ. ഏതായാലും നിങ്ങളുടെ കുട്ടിക്ക് ഭാഗ്യമുണ്ട്. അടി കൊള്ളുകയാണെ മോതിരക്കൈ കൊണ്ട് കൊള്ളണം എന്ന് പറയണ വെറുതെ അല്ല. ആരാ കക്ഷിന്ന? വലിയ കാശുകാരനാ. അയക്ക് ഇഷ്ടമായ അവളെ പൊന്നുകൊണ്ട് മൂടും. ശരിക്കും. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കോളാം. ഓക്കെ. അതെന്താ ഇതേവരെ ഒറ്റ ആളോടും പ്രേമം തോന്നാഞ്ഞത്? അപ്പറഞ്ഞ കള്ളമല്ലേ? ഞാനെന്തിനാ നിങ്ങളോട് കള്ളം പറയുന്നേ? അപ്പൊ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അതെന്താ കാരണം? അതെനിക്കിപ്പോ എങ്ങനെ അറിയാം? ഞാൻ കണ്ട ചെക്കന്മാർക്കൊന്നും അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നിരിക്കില്ല. എനിക്ക് ആ യോഗ്യത ഉണ്ടാവോ? നിങ്ങൾക്ക് എന്തുണ്ടായിട്ടെന്ത്? ഭാര്യയും കുട്ടിയൊക്കെ ഉള്ള ആളല്ലേ നിങ്ങള്. പിന്നെ ഞാനതിനിടെ കയറിയിട്ട് എന്തിനാ വെറുതെ? ഞാനൊരു കാര്യം ചോദിച്ചാ നേര് പറയോ? ചോദിക്കൂ. ക്ലാരായിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്താണോ അതോ? അതെ. അതെന്താ കാരണം? നിങ്ങളിപ്പോ ഈ മുറി വരാൻ എന്താ കാരണമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചോ? ഇല്ലല്ലോ. ഇല്ല. കമൻ.
മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ? My God. ഞാൻ കരുതിയേയില്ല. അങ്ങനെയല്ല ഞാൻ കരുതിയത്. ഓർമ്മ വെച്ചപ്പോ മുതല് വഴക്കാ. ജീവിതത്തോട് ഒന്ന് മടുപ്പായി. അതുകൊണ്ടായിരിക്കും. ആരുമായിട്ടായിരുന്നു വഴക്ക്? ബിയാട്രീസുമായിട്ടാ? അവരോടാ കൂടുതല്. ഞാൻ എന്ത് തൊട്ടാലും അവര് വഴക്കിന് വരും. ആദ്യമൊക്കെ എന്നെ തല്ലുമായിരുന്നു. തല്ലുകൊണ്ട് സഹിയിട്ടപ്പോ ഒരു ദിവസം ഞാൻ തിരിച്ചു തല്ലി. പിന്നെന്നും ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു. അടിച്ചടിച്ച് ഞാൻ ജയിച്ചു. എന്നാലും ആ വീട്ടിൽ കഴിയണേൽ എനിക്ക് ഈ വഴി തെരഞ്ഞെടുത്തേ പറ്റുള്ളായിരുന്നു. അതിനുള്ള മാർഗമൊക്കെ അവരൊപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു. നാശത്തിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്തായാലും നശിക്കും. എന്നാ പിന്നെ അന്തസ്സായിട്ട് നശിച്ചൂടെ? ആശ തീർത്ത് മരിച്ചൂടെ? ബ്രീഫ് കേസ് തുറന്നില്ലാന്ന് തോന്നുന്നു. ഇതാ വാങ്ങാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്നറിയില്ല. ഒരു സെക്കൻഡ്. നിനക്ക് ഞാനൊരു ബ്യൂട്ടിഫുൾ പലേഷ്യൽ വീട് മേടിച്ചു തരുന്നു. ഒരു 7-8 രൂപ വില വരുന്ന വീട്. 8 രൂപയുടെ വീടെന്ന് പറയുമ്പോ കാർഡ്ബോർഡിന്റെ ആയിരിക്കും. 8 രൂപ എന്ന് പറഞ്ഞാൽ 8 ലക്ഷം. 8 lakhs. 8 lakhs. ഗ്രൈൻഡർ, ഫ്രിഡ്ജ്, TV, VCR, ഗ്യാസ് അടുപ്പ്, സകല സൗകര്യമുള്ളൊരു വീട്. പിന്നെ ഒരു മാരുതി, പച്ച മാരുതി. ഇതിനെപ്പോലുള്ള പെമ്പിളർക്ക് മാരുതിയാ ബെസ്റ്റ്. മാരുതി മതി. അത് ഓടിക്കാൻ പഠിപ്പിക്കും. പിന്നെ താവന്ന് ഭാര്യാൻ തോന്നുന്നു. ഒരു ഡ്രോപ്പ് ബിയർ പോലും കുടിക്കാതെ എന്നെ കൊണ്ട് ഈ വിസ്കി മുഴുവൻ കുടിപ്പിച്ചിട്ട് അതുകൊണ്ട് ബലസ് നീയേ എന്റെ കുട്ടി സൂയിക്ക. കടപ്പുറത്തോ? ഞങ്ങളുടെ അടുത്ത ഈ തെങ്ങുതോപ്പ് ക്രോസ് ചെയ്ത കടല, നല്ല ബെസ്റ്റ് കടല്. അതൊന്നും വേണ്ട, പ്രാന്തൊന്നും കാണിക്കണ്ട. കടപ്പുറത്ത് കാറ്റുള്ളൊരു പ്രാന്തുള്ളവരാ. വൈകുന്നേരം കാറ്റുകൊള്ളുന്നവർക്ക് പ്രാന്തില്ല, പാതിരാത്രിയിൽ കാറ്റുകൊള്ളുന്നവർക്ക് പ്രാന്തുണ്ട്. അതാണ് നിയമം. അതെ. എങ്കിൽ ആ നിയമം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. എന്ത് മേത്തിട്ടുണ്ട് ഒരക്കിയാ? കൺട്രാക്ടറെ ഇവിടൊക്കെ എല്ലാരും അറിയുന്നല്ലേ? പിന്നെ ഹോട്ടലുകാരെന്ത് വിചാരിക്കും? ഹോട്ടലുകാരെന്ത് ചോദിച്ചെനിക്കെന്താ? ഞാനിപ്പോ വേണ ഈ ഹോട്ടല വിലക്ക് വാങ്ങിക്കും. കാണാനൊക്കെ എന്തൊട്ട് ഹോട്ടലുകാർ പടി ഇങ്ങനെ പടിപടിയാ. പടിപടിയാ.
എപ്പോഴും ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിന് നീ ക്ലിയർ ആയിട്ടൊരു മറുപടി പറയാത്തോണ്ട് എന്നെ കൊണ്ട് വയ്യ മോലാളിയുടെ വെപ്പാട്ടിയായിട്ടിരിക്കാൻ. എന്താ കഴിഞ്ഞില്ലേ? കാരണം എനിക്കറിയാം എന്നെ വെപ്പാട്ടിയാക്കാൻ ഇപ്പൊ ഒരുപാട് പേര് കാണുമെന്ന്. അത് ആർക്കൊക്കെ തോന്നുന്നു ഞാൻ ആദ്യം ഒരു കണക്കെടുക്കട്ടെ. അങ്ങനെ ആവണമെങ്കിൽ തന്നെ ഒരു തടി കൺട്രാക്ടറുടെ വെപ്പാട്ടിയാവണോ? കുറെ കൂടെ കാശ് സൗകര്യമുള്ള ആരെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തിരക്കിക്കൂടെ? എന്താ 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 ഒന്നുകൂടെ വിളിച്ചേ? ഒന്നുകൂടെ വിളിച്ചേ? ആർത്തി പഞ്ച. മോനെ തടി കോൺട്രാക്ടറെ, നീ ആരാ? ഉള്ളത് പറ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ ഈ നേരം വരെ മുതലാളി എന്നോട് പറഞ്ഞത് മുഴുവൻ എന്താണെന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ എല്ലാം നേരിടെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ രണ്ടുപേരും ചേരാൻ പറ്റിയവരാ. നേര് പറഞ്ഞാൽ നാളെയും പരസ്പരം ഉദവി വയ്ക്കും. ഉള്ളത് പറഞ്ഞു ഇങ്ങനെ വരൂ. ഞാനാ മദർ സുപ്പീരിയർ. ഞാൻ ഊഹിച്ചു. ആ നേരത്ത് രാധ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ക്ലാരെ കാണില്ലായിരുന്നു. ചിലപ്പോ കണ്ടേനെ, പക്ഷെ എന്തായാലും ഇങ്ങനെ കാണില്ലായിരുന്നു. ഇത്രയും കാലവും ഒരു പെണ്ണിനെ കാണാൻ കൂട്ടാക്കാതെ ഞാൻ പിടിച്ചു നിന്നത് എനിക്ക് ഉള്ളിത്തട്ടി മോഹം തോന്നുന്ന ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചു വെച്ചത്. ഇനിയിപ്പോ ഞാൻ എല്ലാരെയും കാണാൻ തുടങ്ങുമെന്ന ഇപ്പൊ എന്റെ പേടി. അതൊന്നുമില്ല, രാധയായിട്ട് ഒന്നുകൂടെ കാണാം. ഇനി കോളേജിൽ പോയിട്ട് വേണ്ട, വേറെ എവിടെയെങ്കിലും വെച്ച്. അതൊക്കെ വരും. ഒരു ദിവസം കാണാൻ രാധ മണ്ണാർത്തോടിയിൽ ഇരിക്കുന്നത് 3-4 ബൊമ്മയ്ക്കും തമ്പ്രാൻ കുഞ്ഞുങ്ങളുമായിട്ട്. അത് കാണാൻ ഞാനൊരു ദിവസം അവിടെ വരുന്നുണ്ട്. കുറെ കൊച്ചു വാശികളും കൊച്ചു അന്ധവിശ്വാസങ്ങളും കൊച്ചു ദുശീലങ്ങളും. അതാ ഞാൻ തോന്നി. എന്റെ രണ്ടാമതൊരു വാശി കൂടി ക്ലാര ഇന്ന് തകർത്തു. ഒരു പെൺകുട്ടിയുടെയും നാശത്തിന്റെ തുടക്കം എന്നിലൂടെ ആവരുതേ എന്നെനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെയും വെർജിനിറ്റി ഞാൻ കാരണം ഇല്ലാതാവരുത് എന്നെനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ച ആ പെൺകുട്ടിയാവും പിന്നെ അങ്ങോട്ട് അന്ത്യം വരയ്ക്ക് എന്റെ ഒപ്പം ഉണ്ടാവുക എന്നും ഞാൻ ഒരു ശപഥം എടുത്തിരുന്നു. ഞാൻ ക്ലാരെ മാരി ചെയ്യട്ടെ.
വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ചേരണം. എന്നുവെച്ചാ കടലിൽ പോണം. പോവാം. പോയാ പോരാ, തിരിച്ചു വരുമ്പോ വഴിയിൽ എന്തെങ്കിലും ഉണ്ടാവണം. വലയില് എന്തെങ്കിലും ഉണ്ടായാ മതിയോ? പോരാ, പിന്നെ ഒരു വള്ളം നിറയെ. ചേച്ചിയില്ലേ? ആര്? മേരിയോ? അകത്ത് കാണുമല്ലോ. എന്താ? എന്നോട് പറയുകയല്ലായിരിക്കും. അടുത്ത വീട്ടിലെയാ, സോഫിയ. കാലത്തെ കണ്ടു ഭൂമി ഒഴിക്കുന്ന. ഞാൻ കാലത്തെ കുറച്ച് വെണ്ട നടാൻ വേണ്ടിട്ട്. വെണ്ട നടാനായിരുന്നോ? ഞാൻ വിചാരിച്ചേതാണ്ട് ഡ്രെയിനേന് പൈപ്പ് ലൈൻ ഇടുമായിരിക്കുന്നു. എന്ത് വെട്ടായെന്നറിയും അമ്മ വെട്ടുന്നത്. ഓടാ, ഞാൻ കള്ളമല്ല അമ്മ പറഞ്ഞ. നല്ല അസല ലേബർ. സത്യം പറഞ്ഞ ആണുങ്ങൾ തോറ്റു. അതെപ്പോഴും അങ്ങനെ സ്മാർട്ടാ. അടങ്ങിയിരിക്കേ ഇല്ല, എന്തെങ്കിലും പണി എടുത്തോണ്ടിരിക്കും. ആ ഇളയോള് മടിച്ചയാ. അത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ടൈപ്പ്. ആ തള്ളക്ക് എന്താ പണി? നഴ്സാ. ഇവിടെ വന്ന കാലം തൊട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി പറ്റാനുള്ള ശ്രമമായിരുന്നു. ഈടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പണി കിട്ടിയത്. അവര് മണിമലക്കാരിയാ, അങ്ങേര് പുളിങ്കുന്നത്തുകാരനും. മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റമായിട്ട് വരുമായിരുന്നു. എങ്ങനുണ്ട് പുതിയ അയൽവക്കം? കുഴപ്പമില്ല, മുമ്പ് താമസിച്ചിരുന്ന ഫാമിലിയേക്കാൾ ഭേദമാ. പിന്നെ ചില ദിവസം അങ്ങേര് കൂടുതൽ കുടിച്ചാ ചെവിതല കേക്കണ്ട, ആ ഒരു തകരാറേ ഉള്ളൂ. അത് പിന്നെ വല്ലപ്പോഴും ഒരു ഓളമൊക്കെ വേണ്ടേ? അല്ലേ പിന്നെ അങ്ങേര് എന്തോന്ന് പുളിങ്കുന്നത്തുകാരൻ. ചേച്ചിയോട് കാര്യം പറഞ്ഞോ? പറഞ്ഞു. രഹസ്യമായിരിക്കും. അല്ല, വരട്ടെ. എന്തായിരുന്നു രഹസ്യം? ഓ, രഹസ്യം. ഒരു ലക്ഷം വാഷിംഗ് സോപ്പ് വാങ്ങിക്കാൻ. ആഹാ, അതായിരുന്നു. ആ, സോളമൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കും പറയാൻ മടിച്ചത്. സോളമനിച്ചാൻ പോയില്ലേ? ഇല്ല, പുള്ളിയുടെ സ്വഭാവത്തിന് ഇന്നലെ വെളുപ്പിനെ സ്ഥലം വിടേണ്ടതാ. ആന്റണി ഉള്ളതുകൊണ്ടായിരിക്കും. എന്നിട്ട് എവിടെ കക്ഷി? ഉറക്കവാ, ഊണും കഴിഞ്ഞ് കിടന്നതാ. ഇതാ ഉറക്കമാന്ന് പറഞ്ഞിട്ട് അല്ലേ? നല്ല ഉറക്കം കിട്ടിയതാ. അപ്പോഴാ അപ്പുറത്ത് പടക്കം പൊട്ടാൻ തുടങ്ങിയത്. ഈ പെണ്ണ് ഒറ്റയ്ക്കാന്നോ ഈ വീട്ടിലെ പണി മുഴുവൻ എടുക്കുന്നത്? എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒരു. ഓ, അപ്പൊ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കായിരുന്നോ? ആ, അതാ പോവാഞ്ഞത്. ഓടാ, ഞാൻ ഒരു ചായ അടിച്ച് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടിങ്ങ് വരാം. സോഫിയ കയറോ? പോൾ പൈലോക്കാരൻ. യെസ്. എന്താ ഇത്? അവർ ഇന്റർവ്യൂ കാർഡ് അയച്ചു എന്നാണോ പറയുന്നത്? ആ, പിന്നെ എങ്ങനെയാ കിട്ടാതെ പോകുന്നത്? രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു എന്നാണല്ലോ എഴുതിയേക്കുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞ 14-ാം തീയതി കഴിഞ്ഞു. ഇന്നിപ്പോ തീയതി 27. ഇന്റർവ്യൂ 14-നായിരിക്കുമെന്ന് അവര് നേരത്തെ പറഞ്ഞിരുന്നു. ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി കാണാഞ്ഞപ്പോ ഞാൻ രണ്ടാമതും കമ്പനിക്ക് എഴുതി. അതിനുള്ള മറുപടി ഏത്? അവരെനിക്ക് കാർഡ് അയച്ചിരുന്നു. അതിവിടെ ആരും ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ആരാ അത് വാങ്ങിക്കുക? ഡാഡി. അല്ലതാരാ? ഞാൻ ചോദിക്കാം. ഓ, ചോദിക്കുന്നു. ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. മുമ്പൊരിക്കൽ ഇതുപോലെ ഒരു ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് എന്നെ അറിയിക്കാതെ. അതൊന്ന് ഡാഡിയുടെ കയ്യിൽ പോവാൻ കാശില്ലാത്തതുകൊണ്ട്
ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് വരാനുള്ള കാശൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അത് എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്. പുള്ളി വരട്ടെ, ഞാൻ ചോദിക്കാം. ഞാൻ എന്നും ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടോണ്ട്, അത്രേ ഉള്ളൂ. ആഹാ, മതിയാക്കിയില്ലേ? പോയോ? അങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഏറ്, അതിങ്ങോട്ടും ഉണ്ടോ? ഏറും തൊഴിയൊന്നും ഇല്ല, അവള് സ്മൂത്ത് ആയിട്ടും കയറിപ്പോയി. ഇതങ്ങനത്തെ ഇനമാ. ഇളയതിന് പിന്നെ ഒരു അലുവൊക്കെ ഉണ്ട്. ഇന്ന് പോണില്ലല്ലോ? ഇല്ല, നാളെ ഉള്ളൂ. കളഞ്ഞല്ലോ. എന്താ പേര്? ഒരു റൗണ്ട് നോക്കുന്നോ? ഇല്ല, ഈ തടിയൊന്നും പറഞ്ഞു കിട്ടും. അവനവന്റെ തടി കൂടാണ്ട് നോക്കിക്കൊണ്ടാ മതി. ഓ, ഈ കൊച്ചിന് ചില നേരത്ത് മമ്മ ഒരു കൈ നോക്കുന്നോ? വേണ്ട. ഇറങ്ങും അമ്മ. ഇപ്പോഴേ കാലേ നീരാ. അതിന്റെ കൂടെ കിടന്ന് ജാടുകം കൂടെ ചെയ്ത കേമമായിരിക്കും. നീരങ്ങ് പോവും. എന്നെ കൊണ്ട് വയ്യ. ഈ 4 പേര് കളിക്കേണ്ട കോട്ട മാച്ച് അവിടെ കിടപ്പുണ്ട്. 2 പേരും ഓരോന്ന് എടുത്തിട്ട് ഇറങ്ങിയാ മതി. ഒന്ന് വാന്നേ. അത്ര അത്യാവശ്യമാണെങ്കിൽ ആ കൊച്ചുങ്ങളെ ഇങ്ങോട്ട് വിളിച്ചൂടെ? രണ്ടും നല്ല അസല പ്ലേയേഴ്സാ. റിയലി? ആ ആന്റണിയൊക്കെ അവര് പറപ്പിക്കും. എന്നെ പറപ്പിക്കും. പിന്നെ ഇല്ല, കണ്ടിട്ടുള്ളതാണല്ലോ. വാ ചേച്ചി, പ്ലീസ്. എലിസബത്ത് എന്നല്ലേ പേര്? ഐ എം സോളമൻ മത്തായി. ഹലോ. സോഫിയ, കരുതി നിന്നോണം. സകല പോളുണ്ട് ഈ സോളമച്ചാന്റെ കയ്യില്. പോടാ.
പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അതൊന്നും വെറുതെ ഒരു മൂഡിലങ്ങ് പറഞ്ഞല്ല, അറിയാമല്ലോ. ഞാനിപ്പോ വരാട്ടോ, എങ്ങും പോണില്ല. കയ്യിൽ അടി വീഴണ്ട. ഇന്നലെ എന്തായിരുന്നു കൺഫ്യൂഷൻ ആ ഒരു ലെറ്ററിന്റെ? ഒന്നുമില്ല. ഒന്നുമില്ലാന്നല്ല, എന്തോ ഉണ്ട്. എന്തായിരുന്നു ആ ലെറ്റർ? ഡാഡി വന്നതിന് ശേഷം അതിനെപ്പറ്റി സംസാരം കേട്ടല്ലോ. ഒന്നുമില്ല. സോഫിയ ഏത് ക്ലാസ് വരെ പഠിച്ചു? 10 വരെ. 10 വരെ പഠിച്ചുള്ളൂ? ഉം. അതെന്ത് പറ്റി, തോറ്റുപോയോ? ഇല്ല, ക്ലാസ്സും ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ചില്ല, പഠിപ്പിച്ചില്ല. പക്ഷെ എലിസബത്തിനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. സോഫിയക്ക് എപ്പോഴും എന്തെങ്കിലും പണിയല്ലേ? എന്റെ സ്വഭാവം ഏതാണ്ട് ഇത് തന്നെ. വെറുതെ ഇരിക്കാൻ വലിയ പ്രയാസമാണ്. റീതാമാവി പറയാറുണ്ട്. ഓ, അപ്പൊ സോഫിയ എടുത്തുണ്ടോ മോനെ പറ്റിയുള്ള വധം? മമ്മ പറയുന്നേ പാതിയേ നേരുള്ളൂ, ബാക്കി മുഴുവൻ നുണയാ. എന്നാ പോണേ? ഞാൻ മിക്കവാറും ഇന്ന്. അവിടെ വൈൻയാർഡ്സാ? ആ, സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ? ഇല്ല. പഴയ സോളമൻ രാജാവിന്റെ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയയുടെ അമ്മച്ചിയും. എനിക്ക് കാണുന്നുണ്ട്. എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാം? അല്ലേ വേണ്ട, പറയൂ. പോയി ബൈബിൾ എടുത്ത് വെച്ച് നോക്ക്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. മാർക്കറ്റിലേക്കാ? ആ, ഞാൻ കൊണ്ടുപോവാ. സോഫിയ മൈസൂരിൽ വന്നിട്ട് എവിടെയൊക്കെ പോയി? എങ്ങും പോയില്ല. എങ്ങും? എങ്കി വാ, ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ കുറച്ച് സ്ഥലമൊക്കെ കാണിച്ചു തരാം. കൂട്ടത്തിൽ മാർക്കറ്റിലും കയറാം. പിന്നെ അതിന്റെ അടുത്ത ലൈൻ വായിച്ചോ? വായിച്ചു. എന്നിട്ട് ഒന്നുമില്ല. ഒരു ആ ബാങ്ക് തരൂ. കം, അവിടെ ചവിട്ടിട്ട്. ആരാ ഇയാള്? ഡാഡിയുടെ കൂടെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളാ, വക്കച്ചൻ. അങ്ങ് അവിടെയാ താമസിക്കുന്നത്.
ഇപ്പൊ നേരെ ചെന്ന് പറഞ്ഞു കൊടുക്കും. എന്ത് നമ്മളിവിടെ കണ്ടോ? ആ. പറഞ്ഞാലെന്താ? നമ്മൾ നെയ്ബേഴ്സ് റോഡിൽ വെച്ച് കണ്ടു, സംസാരിച്ചിരുന്നു എന്ന് പറയുന്നോണ്ട് എന്താ തകരാറ്? ഡാഡി എന്താ വഴക്ക് പറയോ? വഴക്ക് മാത്രമല്ല, ചിലപ്പോ തല്ലുകയും ചെയ്യും. ഡാഡിക്ക് എന്താ സോഫിയോട് ഇഷ്ടക്കുറവുണ്ടോ? എലിസബത്തിനോട് വലിയ വാത്സല്യമൊക്കെ കാണിക്കുന്ന കാണാമല്ലോ. പഠിക്കാൻ പിടിക്കായിട്ടും സോഫിയെ മാത്രം പഠിപ്പിക്കാതെ, ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് അതൊന്ന് പറയുക പോലും ചെയ്യാതെ. അങ്ങനെ എന്റെ ഡാഡി അല്ല. എന്ന് പറയുമ്പോ എലിസബത്തിന്റെ ഡാഡി അത്. സോഫിയുടെ വളർത്തച്ഛൻ, രണ്ടാനച്ഛൻ. മമ്മി? മമ്മി എന്റെയും കൂടെ മമ്മിയാ. അപ്പോ മമ്മിയുടെ സെക്കൻഡ് മാരേജ് ആണത്? ആ. കുട്ടിയുടെ ഫാദർ ഇപ്പൊ കൊച്ചിയിലുണ്ട്. വലിയ ഫേമസ് ഡോക്ടറാ, ഡോക്ടർ ജേക്കബ് ജോൺ. സൊസൈറ്റിയിലെ വലിയ ആളാ. സോഷ്യൽ ഏരിയയായ ഭാര്യയും 2 മിടുക്കന്മാരെ ആൺമക്കളൊക്കെ ആയിട്ട്. അദ്ദേഹത്തിനിപ്പോ ഞാൻ ബാച്ചിലർ ഡേയ്സിന്റെ ഒരു കൊച്ചു അബദ്ധം മാത്ര. അദ്ദേഹം മമ്മിയെ മാരി ചെയ്തിരുന്നില്ലേ? വിവാഹം കഴിച്ചോളാന്ന് വാക്കുകൊടുത്തിരുന്നു. ഒരു നഴ്സിംഗ് സ്റ്റുഡന്റും ഹൗസ് സർജനും തമ്മിലുള്ള ലവ് അഫെയർ. എനിക്ക് 3 വയസ്സാവുന്നവരെ അദ്ദേഹം വേറെ കെട്ടിയില്ല. പിന്നെ കാണാറുണ്ടോ സോഫി അദ്ദേഹത്തിനെ? ഒരിക്കൽ മാത്രം, 6-7 വയസ്സുള്ളപ്പോ. മമ്മി കാണിക്കാൻ കൊണ്ടുപോയതാ. ഇനി കാണുകയില്ല എന്ന് അന്ന് തീരുമാനിച്ചു. ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് അന്നത്തെ ഇൻസൾട്ട് പോയിട്ടില്ല. ഈ പോൾ പൈലോക്കാരൻ എങ്ങനെയാ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന്? ഡീറ്റെയിൽസ് അമ്മച്ചിക്ക് തന്നെ അറിയൂ. അമ്മച്ചി കുറച്ചുകാലം വൈശാഖിൽ വർക്ക് ചെയ്തിരുന്നു. ഞാനും ഉണ്ട് അന്നൊപ്പം കുട്ടിയായിട്ട്. ഇയാളൊന്ന് വൈശാഖിലായിരുന്നു. പുള്ളി നേരത്തെ വേറെ കെട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, അതാണല്ലോ അയാളുടെ ഒരു ട്രംപ് കാർഡ്. എന്നെ അമ്മച്ചിയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതോ വലിയ ത്യാഗം ചെയ്തു എന്നാ അയാളുടെ ഭാവം. എന്ത് തോന്നിയാസിനുള്ള ഒരു ക്ലെയിമും അതാ. ഞാൻ പോട്ടെ. ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ അങ്ങേർക്ക് ഭയങ്കര ദേഷ്യമാ. പിന്നെ എല്ലാരും വല്ലാതെ ഉപദ്രവിക്കും. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് പോവോ? മിക്കവാറും. എപ്പോഴത്തെ മാതിരി പാതിരിക്കാ പോണത്? ചിലപ്പം ഇന്ന് പോവില്ല. കോളേജിൽ വന്ന് അങ്ങനെയൊക്കെ പെരുമാറുമ്പോ അങ്ങേ അറ്റത്തെ സെൻസാറ്റ് കൂടിയാ ഞാനേ ചെയ്തത്. വെറുതെ ഒരു അമ്പരപ്പ് വന്നിട്ട് കുട്ടിയുടെ ജീവിതത്തിലേക്ക് കയറാമെന്ന് മറ്റോ ഒരു കുസൃതി തോന്നിയതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ആയിരുന്നേ ഉള്ളൂ. അതിനെന്താ, അതന്നെ എനിക്കിഷ്ടായത് ഇപ്പൊ ഓർക്കുമ്പോ. പക്ഷേ അന്ന് എനിക്കത് ചോദിക്കാനുള്ള അർഹത ഉണ്ടായിരുന്നു. സമ്മതമാണെന്ന് മറ്റോ സൂചന തോന്നുന്ന തരത്തിൽ ഒന്ന് മൂണിയിരുന്നെങ്കിൽ അന്നേരത്തെ ആ പ്രാന്തിന് ചിലപ്പോ നേരെ വിളിച്ചുകൊണ്ടുപോയി മാലേരിയിലും രജിസ്റ്റർ ട്രാക്കിലും പോലും കഴിച്ചു കളഞ്ഞേനെ. അന്ന് ഐ വാസ് ടോട്ടലി ഫ്രീ, ഐ വാസ് പ്രിപ്പയർഡ്. എന്റെ മനസ്സിലാകെ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നേരത്ത്. ഇന്നിപ്പോ അങ്ങനെയല്ല. വേറൊരു സൗര്യക്കേട്ടിനെ പറ്റി അന്നെന്നോട് രാധ പറയുണ്ടായില്ലേ? കുട്ടിയുടെ നാവുമ്മല് വെള്ളി. അങ്ങനെ തന്നെ സംഭവിച്ചു. ആരാന്ന് ചോദിച്ചാൽ എവിടുന്നോ വന്ന് എങ്ങോട്ടോ പോയ ഒരു പെൺകുട്ടി. എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെയൊന്ന് പോയിക്കോട്ടെ. അങ്ങനെയല്ല കുട്ടി. ഞാനായിട്ട് അവൾക്ക് എന്റെ ഈ കൈ കൊണ്ട് കത്തെഴുതി അയച്ചിട്ട് അവൾ ഈ ടൗണിൽ വരികയായിരുന്നു. എന്നിട്ട് ഞാനായിട്ട് അവളെ സ്പോയിൽ ചെയ്തു. തെറ്റിലേക്കുള്ളൊരു വഴിക്ക് തുടക്കം കുറിച്ചു കൊടുത്തു. കൂട്ടത്തിൽ എന്റെ എല്ലാ കൊച്ചുവാശികളും കാറ്റിപ്പറത്തിക്കൊണ്ട്. ഞങ്ങൾ തമ്മിൽ എവിടെയോ വെച്ച് ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞവരാണെന്ന് എനിക്ക് വെറുതെ തോന്നുക. ഏതോ ജന്മത്ത്. അല്ലെങ്കിൽ ആർക്കും സാധിക്കാത്ത ഒന്ന് അവൾക്ക് എങ്ങനെ സാധിക്കുക? എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ഞാൻ അവൾക്ക് കത്തെഴുതുമ്പോ മഴ പെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു. എന്താ
എന്താ കുട്ടിയുടെ പേര്? ക്ലാര. ക്ലാര. ബിയാട്രിസിന് എങ്ങനെ പോയി? അവരെ തങ്ങള് ആന്റപ്പനും കൂടെ കുറച്ച് കാശും കൊടുത്ത് പറഞ്ഞയച്ചു. അവര് നാട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും ക്ലാര മടത്തി ചേർന്നെന്ന്. അന്ന് തിരിച്ചു ചെല്ലുമ്പോ ക്ലാര സമ്മതിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ മധ്യസ്ഥതയിൽ ആ മാരേജ് നടക്കുമായിരുന്നോ? ആ കത്തി നിൽക്കുന്നവൻ സൂര്യനാണെങ്കിൽ ആ വിവാഹം നടന്നേനെ. പിന്നെ എന്തിനാ ആ കുട്ടി പോയി കളഞ്ഞത്? പാവം. പക്ഷെ രാധയ്ക്കും എന്നെ ആദ്യം മനസ്സിലായില്ലല്ലോ. അഗ്രീഡ്. രണ്ടാളും എന്നോട് നോന്ന് തന്നെ പറഞ്ഞേ. ഒരേ ഒരു വ്യത്യാസം, രാധ പറയുമ്പോ അതൊരു കുടുംബത്തിന്റെയും റിലേറ്റീവ്സിന്റെ ഒക്കെ സെക്യൂരിറ്റി നിന്നിട്ട് പറയുന്നു. ക്ലാര അത് ഒന്നുമില്ലാത്തയിടത്ത് നിന്നിട്ട് പറയുന്നു. എന്നിട്ട് എങ്ങോട്ടെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത എങ്ങോട്ടേക്കോ ഓടിപ്പോകുന്നു. പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോ അവൾ ഓടിപ്പോയത് എന്റെ അടുത്തുനിന്നല്ല, അവളുടെ അതുവരെയുള്ള ജീവിതത്തിൽ നിന്ന്, ആ സ്ത്രീയിൽ നിന്ന്, തങ്ങളെന്റെ ക്ലച്ചസിൽ നിന്ന്. അതൊക്കെ അവളുടെ രക്ഷപ്പെടൽ തന്നെ, ബ്രില്യൻസ് തന്നെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ക്ലാര ഇനിയും വരുന്ന് എനിക്ക് വെറുതെ തോന്നുക, എന്നെ അന്വേഷിച്ച്. എന്താണെന്ന് തോന്നാൻ? എന്തോ എനിക്കങ്ങനെ ഒരു തോന്നൽ. എന്റെ ഈ മാതിരി തോന്നലുകൾ തെറ്റാറില്ല. വരികയാണെങ്കിലല്ലേ? വരുന്നു എനിക്ക് തോന്നില്ല. വന്നാൽ എനിക്കതിന് ഉറപ്പില്ല എന്നെ കുറിച്ച്. പക്ഷെ ഇനി കാണുമ്പോ ക്ലാര ജയേട്ടൻ ഇപ്പൊ ഈ കണ്ട ക്ലാര ആയിരിക്കില്ല. ഒരിക്കലും ആവില്ല, അതെനിക്കറിയാം. അത് മനസ്സിലുറച്ചു കഴിഞ്ഞാ ജയേട്ടൻ പിന്നെ ക്ലാരെ കാണില്ല, കാണാൻ പോവില്ല. നേരോ? അങ്ങനെയാവുള്ളൂ, നോയിക്കോ. ഞാനിന്ന് പോവാണ്. എപ്പോ? ഉടനെ തന്നെ. സോഫിയെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ കാലത്ത് പോവാതെ നിന്നത്. ഡാഡി ഓഫീസിൽ പോയാ? ഇന്നലെ അങ്ങേര് ഒരുപാട് തല്ലിയല്ലേ? ചെലപ്പോ അങ്ങനെയാ, ദേഷ്യം വന്നാല് ചെകുത്താനാ. ഈ വക്കച്ചൻ ഇങ്ങനെ എപ്പോഴും വരുന്നത്? അത് നടക്കില്ല. ഉറപ്പാണോ? ഇപ്പൊ ഉടനെ ഞാനിവിടെ നിന്നാ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. തീരെ നനച്ചിരിക്കാതെ ഓരോ ഡെവലപ്മെന്റ്സ് വരുമ്പോ പതുപോലെ ഒരു രാത്രി വന്ന് കുറെ ബഹളം വെച്ചിട്ട് വെളുപ്പിനെ വന്ന പോലെ തിരിച്ചു പോകാൻ വന്നവനാ ഞാൻ. പക്ഷേ ഇപ്പൊ തിരികെ പോകുമ്പോ സോഫിയും എന്റെ ഒപ്പം ഉണ്ട്. ഹാർവെസ്റ്റ് കഴിഞ്ഞാലുടൻ ഞാൻ വീണ്ടും വരും. അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങിത്തെളിയും. ഇതിനിടയിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആന്റണിയോട് പറഞ്ഞോണം. ഞാൻ അവനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇല്ല, പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും അവനെ ഞാൻ അറിയിച്ചിട്ടില്ല. അപ്പന്റെ മക്കളുടെ ഒക്കെ സംസ്കാരം മനസ്സിലായി. മേലാൽ ഈ കോമ്പൗണ്ടിനുള്ളിൽ കണ്ടുപോകും. നീ മിണ്ടണ്ട. അവനവന്റെ സ്റ്റാൻഡേർഡിലുള്ളവരുമായിട്ട് ഇടപെടാൻ പോകാവൂ. കണ്ണും കൈയും കാണിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ എന്റെ മോന് കുറ്റം. ആന്റി, ഞാൻ കൊച്ചെന്നോടൊന്നും പറയണ്ട, പറഞ്ഞ അനുസരിച്ചോ. ഞാൻ വിളിച്ചിട്ടാ ആ കുട്ടി ഇപ്പൊ ഇവിടെ വന്ന്. മമ്മ അങ്ങനെ ഇറക്കി വിട്ടത് മര്യാദയില്ല. എന്നെ നീ മര്യാദ പഠിപ്പിക്കണ്ട. പഠിപ്പിക്കല്ല, എന്നാൽ ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാന്ന് പറഞ്ഞാല്. സോളമ,
തർക്കിക്കാൻ വരരുത്. ഞാൻ എന്റെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു. നിന്നെ ഇനി അവളുടെ ഒപ്പം കണ്ടുപോകരുത്. വേറൊന്നും എനിക്ക് അറിയണ്ട. ഞാൻ ഇറങ്ങുന്നു. ഉണ്ടിട്ട് പോ സോളമ്മ. ആന്റണി കോളേജിൽ നിന്ന് വരുമ്പോ പറഞ്ഞേരെ ഞാൻ പോയെന്ന്. ഒരു കമ്പിയുണ്ട്. എനിക്കാ? അതെ. അമ്മയൊന്ന് കണ്ടിട്ട് പോയാൽ മതി. എന്താ ഇങ്ങനെ കാലം തെറ്റിയുള്ളൊരു മഴ? തനിക്ക് വേണമെങ്കിൽ പോയി കാണണം, വേണ്ടെങ്കിൽ പോയി കാണണ്ട. ഏതായാലും ഈ പരീക്ഷ എടുത്ത സമയത്ത് ഇതും പറഞ്ഞ് രാധ അപ്സെറ്റ് ആക്കണ്ട. എത്ര മണിക്കാ ട്രെയിൻ പറഞ്ഞേ? വെളുപ്പിന് 3:30. എന്റെ അമ്മോ, നല്ല മഞ്ഞുവാ. ഏതായാലും ഞാൻ പോവാ ഋഷി. അവൾ എന്നെ എക്സ്പെക്ട് ചെയ്യും. ഇല്ലെങ്കിൽ അവൾ എന്തിനാ വെറുതെ ഇപ്പൊ എന്നെ മാത്രം ഓർത്ത്? ഇതായിപ്പോ വേറെ പലർക്കുമായിട്ട് ഇങ്ങനെ പല ടൈമും ഡേറ്റും ഒക്കെ അവള് മുറിച്ചു കൊടുത്തിരിക്കുകയായിരിക്കും. തനിക്ക് കിട്ടിയ എളുപ്പങ്ങല. ആയിക്കോട്ടെ, ഏതായാലും വെളുപ്പിനാ നേരം അവൾ എനിക്ക് തന്നിരിക്കുക. അവൾ എന്നെ സ്റ്റേഷനിൽ നോക്കും. ആ നേരത്ത് ഞാനിവിടെ ഉണ്ടാവണം.
ఏంటి ఎందుకలా చూస్తావు? చచ్చే పొద్దున నడుస్తా అనుకుంటే అది కూడా విలుపడనివారు ఈ మనుషులు. ఆహా అసలు ఒక ఆడదాంతో ఏళ్ళ ప్రవర్తించారో ఎప్పుడు తీసుకుంటారు? ఏయ్యా నీకు అమ్మ అక్క చెల్లెళ్ళారా? రాందాని ఈ దేశం మరీ పాడైపోయింది. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാനൊരു ആന്ധ്രാക്കാരിയായിരുന്നു, ഗുൾത്തി. തെലുങ്കല്ലാതെ മറ്റൊരു ഭാഷയും പറയാൻ അറിയാത്തൊരു ജമുന റാണി. അതിന്റെ ഹാങ് ഓവറാ. ഇനിയിപ്പോ നേരെ ആയിക്കോളും. ടെലഗ്രാം കിട്ടിയോ? ഇതെന്ത് ചോദ്യം? ടെലഗ്രാം കിട്ടാതെ ഞാൻ ഈ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് പോണം മാഷേ. ഇത് കേട്ടാ തോന്നും പതിവായിട്ട് പ്ലാറ്റ്ഫോമിലല്ല കിടക്കുന്നത്. ബാഗ് പിടിസാറെ വാടി ഓടിച്ചു നിൽക്കാതെ. അപ്പോ നമ്മളിപ്പോ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകുന്നു നിങ്ങൾ പറയും. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, നടക്കാൻ പോകുന്നു. ഈ നേരത്താ? ആ നമ്മൾ രണ്ടാളില്ലേ? നടക്കാൻ കൊതിയായിട്ടാ. എപ്പോഴും ഈ അടച്ചുമൂടിയ മുറികളിലിരുന്ന് മതിയായി. നമുക്ക് നടക്കാൻ കൺട്രാക്ടറെ. വെള്ള കീറുന്നത് വരെയെങ്കിലും നടക്കാം. കാണാവോ ഈ നേരത്ത് ഇതിനെ കൊണ്ട്? എവിടുന്ന് പൊക്കിക്കൊണ്ടുവന്നാണെങ്കിലും ജാക്കി ജാക്കിയല്ല, ഇന്റർനാഷണൽ ജാക്കി. പിന്നെ സ്ഥലവാസികൾക്ക് 5 മണി വരെ പാതിരാത്രിയുടെ ലൈസൻസ് ഉള്ളതാണ്. ഒന്ന് കളയണം സാറേ. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഇപ്പോ ചാടിക്കയറി തിന്നുന്നെങ്കിൽ അങ്ങ് തിന്നോണ്ട് പോട്ടെ. നമുക്ക് നടക്കാന്നേ. നമുക്ക് ടാക്സി ഓടിച്ചാലോ? അങ്ങനെ ഇപ്പൊ വേണ്ട, ഒരു മടിയൻ. നടക്ക് നടക്ക്. നടത്തി ചേർന്നതിന്റെ പ്രൂഫായിട്ട് അന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു. വീട്ടിലയക്കാൻ. കാണണോ? തമാശയാ. വേഷം എങ്ങനെ? കൊള്ളാം. നിന്നെ പോലെ മൊഹസ്സയുള്ള പെൺകുട്ടികൾക്ക് ഏറ്റവും യോജിക്കുന്ന വേഷം. അപ്പോ എന്റെ ഏറ്റവും സൂട്ടബിൾ ഡ്രസ് ഇതാണെന്നാണ് പറയുന്നത്? അതെ, ഇതല്ലെങ്കിൽ പിന്നെ ഒരു വേഷം ഇല്ലാതെ. ജയിൽ പുള്ളികളെ പോലെ അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കൂടാൻ പറ്റിയ നന്നായിരുന്നു. അതിപ്പോ ഒരല്പം മുറ്റവും ഇറങ്ങി നിന്നാൽ ഒരിത്തിരി കാറ്റും. മുറികൾ എനിക്കിനി വയ്യ. പണ്ട് ജീവിതം മടുത്ത പോലെ ഇപ്പൊ മുറികളും മടുത്തു. ചുവരുകൾ, ചുവരിനുള്ളിലെ ചുവരുകൾ, സൈഡ് റൂമിന്റെ, ബെഡ്റൂമിന്റെ, ബാത്റൂമിന്റെ എല്ലായിടത്തും ചുവരുകൾ. അവിടുന്ന് വിട്ടാൽ ഓടുന്ന ചുവരുകൾ, കാറിന്റെയോ ട്രെയിനിന്റെയോ ചുവരുകൾ. ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും ഒഴിഞ്ഞ വീട് വല്ലതും ഉണ്ടെന്ന് തിരക്കി നോക്കണം.
നമുക്കൊരു സൗകര്യവും വേണ്ട. മേലേക്ക് നോക്കിയ മേഘങ്ങൾ കാണണം, രാത്രിയും പകലും, അത്രേ വേണ്ടു. ഒരു വീടുണ്ട്, പക്ഷേ ക്ലാര അവിടെ വരുമെന്ന. ആരും താമസമില്ലാത്ത വീടാ, പക്ഷെ അത് ആ തങ്ങളിന്റെ ഓർമ്മയില്ലേ? സാരിയില്ല, പോവാം. പക്ഷെ കഴിയുമെങ്കിൽ അയാളെ കാണാതെ കഴിച്ചാൽ നന്നായിരുന്നു. പേടിയാ? പേടിയല്ല, പക്ഷേ എനിക്കെന്തോ ആ മനുഷ്യനെ കാണാൻ വയ്യ. എത്രയൊക്കെ ആയാലും ഞാൻ അയാളെ ചതിച്ചവളാണല്ലോ. ആളവിടെ ഉണ്ട്. ഒതുക്കിയെടുത്തേരെ, ഒരു മിനിറ്റ്. നത്തിങ് മാൻ. 3-4 ദിവസമായി കോളേജില്ല. സമരം കുത്തുകൊണ്ട് ആശുപത്രി കിടന്നൊരു സ്റ്റുഡന്റ് ചത്തു. അതുകൊണ്ട് ഇനി നീളും. നേരെ മാവേലിക്കരിക്ക് വെച്ചിരിക്കാതെ ഇങ്ങോട്ടേക്ക് പോരാൻ തോന്നിയല്ലോ, അതേതായാലും നന്നായി. കൃഷ്ണപ്പാ, ಇಲ್ಲಿ ಕೆಲಸ ಆಗದ ಮೇಲೆ ನೀವು ಊಟ ಮಾಡಿಬಿಟ್ಟು ತೋಟದಲ್ಲಿ ಹೋಗಿ, ನಾನು ಅಲ್ಲಿಗೆ ಬರ್ತೀನಿ. ವಾ, ಕುಳಿಸಿ ಡ್ರೆಸ್ ಹಾಕೊಂಡು ಮಾರ. ഈ പുള്ളിയെ പിടികിട്ടിയോ? ബന്ധക്കാരനെന്ന് മനസ്സിലായി. ബന്ധക്കാരനെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നേരെ അമ്മാവന്റെ മോൻ, അമ്മയുടെ ചേട്ടന്റെ മോൻ. അപ്പൊ ഈ പുള്ളിയാ നാട്ടിൽ നിന്ന് മൈസൂർ വന്നു പഠിക്കുന്നത്? അത് തന്നെ, മിസ്റ്റർ ആന്റണി ജോസഫ്. അപ്പൊ എന്നെ പറ്റി സോളമനിച്ചാൻ ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നല്ലാതെ ഇവിടെ എല്ലാം പറയാനെന്ന് പറഞ്ഞാ പറയാനാകെ മാത്തച്ചായനെ ഉള്ളു എനിക്കിവിടെ. അല്ലേ മാത്തച്ചായ? ഈ പാല് കൊടുക്കുവാണോ? പിന്നല്ലാതെ കുളിക്കാനാണോ? ഇങ്ങനെയും കാശുണ്ടാക്കാൻ തുടങ്ങിയാൽ സാറി കണക്കിന് പാല് കുളിക്കുകയും ചെയ്യും. കാശ് ഉണ്ടാക്കാനുള്ള വകുപ്പുകളാണേ വേറെ ഉണ്ട്. ആ ഏരിക്കപ്പുറത്ത് നല്ല അസലൊരു പൗൾട്രി ഫാം കിടപ്പുണ്ട്. ഇപ്പൊ 20,000 കോഴി വരും. 1,00,000 വരെ കോഴികളെ ഞാൻ അവിടെ വളർത്തിയിട്ടുണ്ട്. വാ, കാണിച്ചു തരാം. മമ്മയുടെ വിചാരം ഞാനിവിടെ ഒരു ബൊഹീമിയൻ സ്റ്റൈലിൽ കളിച്ചു നടക്കാന്ന്. ഇതിന് വെളുപ്പുണ്ടാവോ? അത് വേണ്ട, വാ. ആ, ഇവൻ ഒരുമാതിരി റൈപ്പാ. ആ, ഇവൻ സ്വീറ്റ്. ആ നിൽക്കുന്ന പഴുത്ത. ആന്റണി ഇങ്ങോട്ടാ പോരുന്നുള്ള കാര്യം സോഫി അറിഞ്ഞായിരുന്നോ? അങ്ങനെ വാമയില്ലേ, ഞാനിത് എപ്പോഴാ ചോദിക്കുന്നത് നോക്കിയിരിക്കായിരുന്നു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? ഇതാ. എനിക്കാണോ? അല്ല, മിസ്സിക്ക്. ഇതാ അഞ്ച് 6 7 8 ഷാ. ഈ പെമ്പിള്ളേർക്ക് പ്രേമം കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കോട. എന്തോന്നാ ഈ 5 6 7 ഷാ? വാ, നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കുമോ നോക്കാം.
എന്താ എന്താ അത്? ഞാൻ ഞാൻ എന്റെ പ്രിയന് വേണ്ടി വാതിൽ തുറന്നു. വായിക്കടാ. എന്റെ പ്രിയനോ പൊയ്ക്കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. അവരെന്നെ അടിച്ചു, മുറിവേൽപ്പിച്ചു. മതിൽ കാവൽക്കാർ എന്റെ മൂടുപടം എടുത്തു കളഞ്ഞു. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. ഇതെങ്ങനെ ഇതിന്റെ ഒരു കോഡ്? ശാശി ഇപ്പോ 4-5 എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ കിട്ടുന്നേ? എടാ മണ്ട നസ്രാണി, ഷാ എന്ന് പറഞ്ഞ ശലമോൻ, സോളമൻ. ഞാനല്ല, സാക്ഷാൽ കിങ് സോളമൻ. ശലമോൻ 5-ാം ഗീതം, ലൈൻസ് 6, 7, 8. നേരാണല്ലോ. അപ്പൊ ഇച്ചായോ നമ്മളെ കൊണ്ട് ക്ലീൻ മാമാപ്പണി ജയിച്ചളഞ്ഞല്ലോ. വെറുതെ കിളിച്ചാ പോരാ, കമ്മീഷൻ തരണം. കമ്മീഷൻ ഉണ്ട്. ഇന്ന് മിസ്റ്റർ ആന്റണി ജോസഫ് സാറിന്റെ വെള്ളോടി ഉദ്ഘാടന ദിവസമാണ് മാത്തച്ചാ. ദ വെരി ഫസ്റ്റ് ബോട്ടിൽ അല്ലേ? ദൈവങ്ങളെയൊക്കെ മനസ്സിലോർത്ത് നന്നായിട്ട് കുലുക്കിയിട്ട് ഓപ്പൺ ചെയ്തോ. കുലുക്കിട്ടോ? ഇങ്ങനെയോ? ശരിക്ക് നല്ല ഫോഴ്സ്ഫുൾ ആയിട്ട്. എങ്കിലേ പതഞ്ഞെല്ലാം കൂടെ എന്റെ മുഖത്തേക്ക് തെറിക്കുള്ളൂ അല്ലയോ? അപ്പ അറിയാ. അല്ലേ ലിച്ചായൻ പറഞ്ഞല്ലേ? അയ്യോ, ഇതിവിടെ അടുത്ത് കിട്ടത്തില്ല. ചിയേഴ്സ് കുഞ്ഞേ. The man cub must be found, Ben. How interesting. The one I was taking to the man's village. Good. Now, sir, if you don't mind, we'd like to... കഴിയുന്നത് അപ്പച്ചയാളെ ഒഴിവാക്കും. വീട്ടിൽ അയാൾ മാത്രം ഉള്ളപ്പോ അത് വീട്ടിന് പുറത്തെവിടെങ്കിലും വന്ന് പരിങ്ങി നിൽക്കും. വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാൻ പാടില്ലാത്തായിട്ട് എന്തെങ്കിലും? ആന്റണിയോട് ഞാൻ ഒരു കാര്യം പറയും. അത് ആരോടും പറയാൻ പാടില്ല. ഇല്ല. മമ്മയോ മേരിയോ അറിയരുത്. ഇല്ല. ഒരു കാരണവശാലും മമ്മ അറിയരുത്. ഇല്ല ചായ. ആ കുട്ടി പൈലോക്കാരന്റെ മോളല്ല. പിന്നെ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അവളുടെ അപ്പം വേറെ, എലിസബത്ത് മാത്രമേ ഉള്ളൂ അയാളുടെ മോളായിട്ട്. ഇതിപ്പോ റീതാമാവി അറിഞ്ഞാൽ ആകെ കുഴപ്പമാവുമല്ലോ. കെട്ടാനാണെങ്കിൽ സമ്മതിക്കാല. മമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. മമ്മയ്ക്ക് ആ കുട്ടിയെ ഇഷ്ടാ. പിന്നെ അങ്ങേര് ഉടക്കുണ്ടാക്കും. അത്ഭുതം തോന്നുക. അന്ന് ഞാൻ നേരിട്ട് വന്ന് കയറേണ്ട ഇടമാണിത്. അത്തവണ ഇവിടം ഒഴിവാക്കി ഞാൻ ഓടിപ്പോയി, വലിയൊരു മിടുക്ക് പോലെ. ഇന്നിപ്പോ താക്കോൽ എരഞ്ഞു വാങ്ങി ഇവിടെ വന്ന് കയറിയിരിക്കുന്നു. എന്താ അത്? നേരത്തെ കേട്ടു. ഭ്രാന്തന്റെ നിലവിളി. അവിടെ ഇവിടെ ഒരു വീട്ടില് ഒരാമത്തിലൊരു ഭ്രാന്തൻ കിടപ്പുണ്ട്. ഒരുപാട് കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുക. ചെക്കനാ പറഞ്ഞ് ആമത്തി കിടന്നുറഞ്ഞിട്ട് കാലിൽ വ്രണായി. അവിടെ ചങ്ങലയുടെ കണ്ണി വരയുമ്പോ വിളിച്ചു പോണതാ. എനിക്ക് ആ ഭ്രാന്തന്റെ കാലിലെ മുറിവാകാൻ കൊതിയാവുക. ചങ്ങലയുടെ ഒരൊറ്റ കണ്ണിയുമായിട്ട് മാത്രം ബന്ധമുള്ള ഉണങ്ങാത്ത ഒരു മുറിവ്.
പറ്റി ആ കുട്ടിയോട് പറയാൻ പോയത് നല്ല കാര്യമുണ്ടായിരുന്നു. പറയാൻ എനിക്കാകെ ഈ ഒരു കഥയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു. വേണ്ടിയിരുന്നില്ല. ആ കുട്ടിക്ക് വെറുതെ ഒരു മനപ്രയാസത്തിന്. രാധയ്ക്ക് ആകെ പേടി ഒറ്റ പെണ്ണിനെ ഉള്ളൂ. നീ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു. അതെ, ഇവിടെ ഒക്കെ തണുത്തിട്ടുണ്ടാവും. ആഹാ, എങ്ങനെയുണ്ട്? കുറച്ച് തണുത്തന്നേ ഉള്ളൂ, എന്നാലും നല്ല എരിവ്. ദൂരെ ഉണ്ടേ, അവിടുന്ന് ഞാൻ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു നേരം ആവേ. പിന്നെങ്ങനെയാ തണുക്കാണ്ടിരിക്ക? ഞാൻ വരാട്ടോ. ഞാൻ എപ്പോഴും ഓർക്കും, ഓരോ മുഖം കാണുമ്പോഴും ഓർക്കും. മുഖങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. ഇങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കും. മറക്കുമായിരിക്കും അല്ലേ? പിന്നെ മറക്കാതെ. പക്ഷെ എനിക്ക് മറക്കണ്ട. വരുന്ന വഴിക്ക് വെറുതെ ആലോചിച്ചു, ഇത്തവണ അന്നത്തെ പോലെ ക്ലാര ഞാൻ കെട്ടട്ടെ എന്നൊരു ചോദ്യം വന്നാൽ ഞാൻ എന്തു ചെയ്യുന്നു? പക്ഷെ എനിക്ക് തന്നെ തോന്നി ആ ചോദ്യം ഇനി വരില്ലെന്ന്. വന്നിരുന്നെങ്കിൽ വന്നില്ലല്ലോ. ശ്രദ്ധിച്ചെന്നറിയില്ല, ഇത്തവണ നമ്മൾ കൂടുതൽ നേരം സംസാരിച്ചത് രാധയെക്കുറിച്ചാ. നന്നായി. ആദ്യമായിട്ട് മോഹം തോന്നുന്ന ആളിനെ തന്നെ ജീവിതം മുഴുവൻ കിട്ടുമെന്ന് പറയുന്നത് ഭാഗ്യമുള്ളവർക്കേ കിട്ടൂ, നല്ല കുട്ടികൾക്കേ കിട്ടൂ. ക്ലാരയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹം തോന്നിയിട്ടുള്ളത് ആരോടാവും? കൺട്രാക്ടറോട് തന്നെ. ആദ്യമായിട്ടും അവസാനമായിട്ടും. HK ലാൽവാനി, ബോംബെ. ആരേത്? ഒരു മാർവാടി പയ്യനാ. പുള്ളി ആദ്യം മീറ്റ് ചെയ്ത ഉടനെ എന്നെ കല്യാണം കഴിക്കാൻ തിരക്കൂട്ടിയ ആളാ, നമ്മളെപ്പോലെ. എന്നിട്ടെന്താ, പയ്യൻ അവന്റെ അച്ഛനെയും അമ്മയും ഒക്കെ കൂട്ടിക്കൊണ്ട് വന്നളഞ്ഞു. പിന്നെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇതാരാ? ആരാ ഈ കക്ഷി? എല്ലാ സ്റ്റേറ്റിലും ഓഫീസും ഫോണും ഒക്കെ ആയിട്ട്. മോനി ജെ ജോസഫ്, ഹൈദരാബാദ്. ആ മലയാളിയാ? ആ, മൂവാറ്റുപുഴ. പക്ഷെ പുള്ളി ഹൈദരാബാദിൽ സെറ്റിൽ ചെയ്തിട്ട് ഒരുപാട് കാലായി. ഇതൊരു നൈസ് മാൻ. സ്ഥിരം ഫ്രണ്ടാ എന്ന് പറഞ്ഞൂടാ. മൂപ്പർക്കും ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്നാ പറയുന്നത്. ബാച്ചുലർ പ്ലേ ബോയാ? അല്ല, ഈസി വിധവ. ഭാര്യ മരിച്ചതാ ഒരു ആക്സിഡന്റില്. കളവനാ? മോനെ, കടിക്കൺട്രാക്ടറേ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ തിരക്കുന്നത്? ഓർക്കുന്നത് അതല്ലേ, ഇത്തവണ മാത്ര മഴ പെയ്യാഞ്ഞത്. അതിന്റെ അർത്ഥം ഇനി ചിലപ്പോ നമ്മൾ കാണുന്നുണ്ടാവില്ല എന്നായിരിക്കും.
അല്ല, എന്തിനാണ് നമ്മൾ കാണുന്നേ? എനിക്കും അറിയില്ല. പക്ഷേ എനിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞ് പിരിയണ്ട. എന്റെ ഈ വരവ് രാധയ്ക്കൊരു ബുദ്ധിമുട്ടാവരുത്. ഇല്ല. രാധ അറിയരുത് നമ്മൾ തന്നെ കണ്ടത്. ഇല്ല. എങ്കിൽ കാണില്ല എന്ന് പറഞ്ഞ് ഇത്തവണ പിരിയണ്ട. പക്ഷെ എന്നാലും ഒരിക്കൽ നമ്മൾ പിരിയേണ്ടവരാണ്. എങ്ങനെ അറിയാം? എനിക്കറിയാം. രാധ മണ്ണാർത്തോടിയിൽ വരുന്ന ദിവസം വരെ മാഷയ്ക്ക് ക്ലാരയെ കാണാൻ കിട്ടുള്ളൂ. എന്നാ പോട്ടെ തടി കൺട്രാക്ടറെ. മമ്മയോട് ഞാൻ പണക്കാന്ന് പറയണം. എന്നെ കൊണ്ടുപോയാ പ്രീതമാവി കരൻ ചാവും. എന്നാ മമ്മയോട് എനിക്ക് പണക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞേക്കണം. പിന്നെ മറ്റേ പാർട്ടിയോട് എന്ത് പറയണം? ഏ? കോഡ് ഭാഷയിൽ ശാശിപ്പൂ 7-9 എന്ന് പറഞ്ഞ് വല്ല ഉണ്ടേ തന്നേരെ, കൊണ്ടുകൊടുക്കാം. ഒന്നുമില്ല. പിന്നെ വേണേൽ മുന്തിരിത്തോട്ടങ്ങൾ പഴുത്ത് പാകമെത്തുന്നു, ദൂതായി പഴം പൂത്ത് സുഗന്ധം വീശുന്നു, വിളവെടുപ്പിന് കൂടാൻ എന്റെ സുന്ദരി വരിക എന്ന് പറഞ്ഞായിട്ട് കാച്ചിക്കും. അവളിങ്ങി പോരും. നാഥ ദാ പിടിച്ചോന്നും പറഞ്ഞു. പോരട്ടെ? പോരട്ടെന്നോ? പോരട്ടെ. സോഫിയോട് പറയണം ഞാൻ വരുന്നുണ്ടെന്ന്. എന്ന്? ഏറിയാൽ 1 മാസത്തിനാവും, വിളവെടുപ്പ് കഴിഞ്ഞാലുടൻ. പിന്നെ അവളോട് പറയണം ഒരു കാരണവശാലും ഞാൻ വരുന്നത് വരെ മറ്റേ കെട്ടിനെ സമ്മതിക്കരുതെന്ന്. എങ്ങനെ അതുവരെ പിടിച്ചിരിക്കാൻ പറയണം. ഏറിയാൽ 1 മാസം. ഞാൻ പിടിച്ചു നിന്നോളാം. വന്നില്ലെങ്കിലും സാരമില്ല. എനിക്കിങ്ങനെ ഒരു വാക്ക് തരാൻ ഒരാളുണ്ടായല്ലോ. ഒരാളും ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. ഇത്തവണ വിളവെടുപ്പിന് കൂടിയില്ലേലും അടുത്ത സീസണിലെ ഹാർവസ്റ്റിന്റെ മേൽനോട്ടക്കാരി സോഫി ആയിരിക്കും എൻ്റെ ഒരു തോന്നല്. എന്നാൽ ഇതിനിടയ്ക്ക് എത്രയോ വിക്രിയകൾ, എന്തൊക്കെ ഉല്ലാസങ്ങൾ. അതിനിടയിലൊക്കെ ചിലപ്പോ ഏതോ 1-2 പെൺകുട്ടികളും വന്നു പോയിരുന്നു. അവിടെയൊക്കെ ഞാൻ പഴയ ഞാൻ തന്നെ നിന്നു. എങ്കിലും എനിക്കറിയാമായിരുന്നു ക്ലാര വന്നാൽ. ഏതായാലും വന്നില്ലേ? വന്നു പോയില്ലേ? പോയി. ഇനി വരില്ല. വന്നാലും ജയേട്ടൻ കാണാൻ പോവാതിരുന്നാ മതി. പോവോ? പോവില്ല. എനിക്ക് ഈ ഒരു ഇനി ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ഞാൻ വാക്ക് തന്നിട്ട് വേണേ തെറ്റിച്ചോളൂ, ഞാൻ അറിയാതെ. അങ്ങനെ ഒരു വാക്ക് തന്നിട്ട് കാര്യണ്ട്. ജയേട്ടൻ വാക്ക് തരൂ. വാക്ക് ഇനി ഈ വാക്ക് തെറ്റിക്കാൻ ജയേട്ടൻ വിചാരിച്ചാലും നടക്കില്ല. എങ്കിൽ രക്ഷപ്പെട്ടു. ഇനി എന്റെ വാക്ക്. ജയേട്ടൻ ഇപ്പൊ തന്നെ ഈ വാക്ക് തെറ്റിച്ചാൽ, തെറ്റിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ രാധ ജയേട്ടന്റേതായിരിക്കില്ല. സോഫിയയുടെ മമ്മിയായിട്ട് ഏതായാലും ഇന്ന് ഞാൻ സംസാരിക്കും. പിന്നെ എന്റെ മമ്മയാണ്. പ്രീതമാവിക്ക് ഞങ്ങളെ ആരെയും കണ്ടൂടാ. ഹേയ്, അങ്ങനൊന്നുമില്ല. അതൊരു ജനറൽ മൂഡെന്നല്ലാതെ സോഫിയോട് പ്രത്യേകിച്ച് മമ്മയ്ക്ക് വിരോധമൊന്നുമില്ല. എന്തോ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ പറഞ്ഞു മാറ്റിയെടുത്തോളാം. ആരും സമ്മതിക്കുന്നില്ലെന്ന് കണ്ടാലേ ഞാനങ്ങ് പൊക്കിക്കൊണ്ടുപോകും. പൊക്കിക്കൊണ്ടു പോവോ? ആ, എങ്ങനെ?
ഒരു പാതിരേക്ക് മുറ്റത്ത് ബൈക്ക് കൊണ്ട് നിർത്തി ഹോൺ അടിക്കും. ഇറങ്ങി വരണം. ആദ്യത്തെ ഹോൺ ഇറങ്ങി വന്നോണം. വന്നില്ലേ ഒരു ഹോൺ അടിക്കും. അതിനും വന്നില്ലേ? അതിനും വന്നില്ലേ നേരെ വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചങ്ങ് കയറും. എന്നിട്ട് പൊക്കി എടുത്ത് ബൈക്ക് വെച്ചങ്ങ് വിടും. അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേണ്ടത് ബൈക്കല്ല, ആ ടാങ്കർ ലോറിയാ. അതിൽ നമ്മൾ രണ്ടുപേരും കൂടെ പോണതായിട്ട് എപ്പോഴും ഞാൻ സ്വപ്നം കാണും. രണ്ടാമത്തെ ഹോൺ കേൾക്കുമ്പോ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വാ. ഹലോ ഹലോ, യെസ് ജയകൃഷ്ണനാണ്. യെസ് മാഡം, PP ഹോൾഡിംഗ്. യെസ്. ഹലോ, PP ഹോൾഡിംഗ് മാഡം, പ്ലീസ് സ്പീക്ക് ഓൺ. ഹലോ. ഹലോ. എവിടുന്നാ ഇത്? എവിടുന്നോ, ഒരുപാട് ദൂരെ ഒരിടത്തുനിന്ന്. അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ മഴയുണ്ട്. ഓ. അല്ല, കല്യാണമായില്ലേ? ഇല്ല. അന്ന് പറഞ്ഞനുസരിച്ച് രാധയുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കണമല്ലോ. കഴിഞ്ഞു. അപ്പോ ക്ലാര ഇത് കണക്കൂട്ടുന്നുണ്ടായിരുന്നോ? പിന്നെ എന്താ ഇനി വൈകിക്കുന്നേ? വൈകിക്കുന്നില്ല, അടുത്ത മാസം ഉണ്ടാവും. തീയതി നിശ്ചയിക്കലിന്റെ തിരക്കാവിടെ? അപ്പോ അടുത്ത മാസം ഉണ്ടാവുന്നുള്ളത് ഉറപ്പാ? നമ്മുടെ ഒരു വാക്കുണ്ട്, ഓർമ്മയുണ്ടോ? രാധ മണ്ണാർത്തോടി വരുന്നതുവരെ തമ്മിൽ കാണുമെന്ന്. ഓർമ്മയുണ്ട്. ഞാൻ വരാം. എന്ന് ഏത് ട്രെയിനിന് വരുന്നെന്ന് ഞാൻ ടെലഗ്രാം തരാം, അന്നത്തെ പോലെ. വരുമല്ലോ? അതോ വരാതിരിക്കോ? വരും. വരുമെന്ന് പറഞ്ഞാൽ ഞാൻ വരും. ഗുഡ് നൈറ്റ്.
17-ാം തീയതി ചൊവ്വാഴ്ച അതെ ഉച്ചയ്ക്ക് 3:50 ട്രെയിനിന്. അതെ. ഇന്ന് ശനിയാഴ്ച. ആ. ഡേറ്റ് 17 അല്ലേ? അതെ. ഇന്ന് ഉച്ച കഴിഞ്ഞല്ലേ ആ കുട്ടി വരുന്നത്? ആ. വരട്ടെ, വന്നിട്ട് പോട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്നെങ്കിലും ഞാനൊരു വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ അത് ജയേട്ടന്റെ ഒപ്പന്റെ അടുത്തേ ആവുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒപ്പിട്ടോളാം എന്നെങ്കിലും ഒരു ദിവസം. എന്തായാലും ഇന്നില്ല. ഇത് എന്റെ മനസ്സിനൊരു താങ്ങിന്. വേണ്ട, ഒന്നിൽ ജയേട്ടൻ എന്നെ തിരിച്ചുകൊണ്ടെന്നാക്കൂ, ഇല്ലെങ്കിൽ പോകാൻ സമ്മതിക്കൂ. ഞാൻ ഓട്ടോ പിടിച്ചു പോയിക്കൊള്ളാം. വരൂ, കൊണ്ടാക്കാം. ഇനി വരാതിരിക്കാൻ ഞാൻ പേടിച്ചു. എന്താ അങ്ങനെ തോന്നാൻ? അല്ല, കല്യാണമൊക്കെ അടുത്ത് വരികയല്ലേ, ഇത്തവണ ഉണ്ടാവുമല്ലോ അല്ലേ? ആ ഉറപ്പില്ല ധൃതിയിലാണെങ്കിലും ഞാൻ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് ഓടി വന്നത്. ഉണ്ടാവും. ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി അത് ഉണ്ടാവില്ല. അതെന്താ അങ്ങനെ? അങ്ങനെ മിസ്റ്റർ മോനി ജോസഫ്, എന്റെ ഹസ്ബൻഡ്. ഹലോ, ഹൗ ഡു യു ഡു? ഹൗ ഡു യു ഡു? അറിയാലോ, മദർ സുപ്പീരിയർ. അറിയാം. എന്ന് പറഞ്ഞൂടാ, മൂപ്പർക്ക് ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്നാ പറയുന്നത്. ബാച്ചിലർ പ്ലേ ബോയാ? അല്ല, ഈസ് എ വിഡോവർ. ഭാര്യ മരിച്ചതാ ഒരു ആക്സിഡന്റില്. കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം.
കരലേ, അയ്യോ കരലേ. എന്നായിരുന്നു മാരേജ്? 1 വർഷം കഴിയുന്നു. നേര് പറഞ്ഞാൽ നമ്മൾ അവസാനം കണ്ടുപിരിഞ്ഞില്ലേ, ആ ഭ്രാന്തന്റെ നിലവിളിയും കേട്ട്. അതിന്റെ അടുത്ത ആഴ്ച ഞാൻ വീട്ടമ്മയായി. അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ കാരണം നമ്മുടെ രണ്ടാളുടെയും ലൈഫ് നശിക്കുമെന്ന് എനിക്ക് പേടി തോന്നി തുടങ്ങിയിരുന്നു. ശരിക്കു പറഞ്ഞാൽ ഞങ്ങൾ ഇതിനിടെ 1-2 വട്ടം ഇതുവഴി കടന്നുപോയതാ. എന്നിട്ട് എന്തേ അറിയിച്ചില്ല? അത് ഓർക്കാതിരിക്കാൻ. കാണാതിരിക്കുമ്പോ മറക്കാൻ കുറച്ചുകൂടി എളുപ്പമല്ലേ. All the best for the marriage. ബ്ലെസ്സിങ്സ്. കണ്ടിട്ടില്ലെങ്കിലും രാധയ്ക്കും. ഞാൻ പറയാം. അത് പറഞ്ഞോളൂ. പക്ഷേ ഞാൻ വന്നതും പോയതും രാധ അറിയണ്ട. എന്തിനാ ആ കുട്ടിക്ക് വെറുതെ